അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 103 സങ്കീർത്തനം 13 വാക്യം നമുക്ക് വായിക്കാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. പട്ടാളത്തിൽ ജോലിക്ക് പോയ ഒരു മകൻ എല്ലാ വർഷവും കൃത്യസമയത്ത് അവധിക്ക് വീട്ടിൽ വരുമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ആ മകൻ അവധിക്ക് നാട്ടിൽ വരുവാൻ കഴിഞ്ഞില്ല. നാട്ടിലേക്ക് അവൻ വരുമ്പോഴേക്കും നല്ല സ്വീകരണമാണ് മാതാപിതാക്കൾ ഒരുക്കിയിരുന്നത്. കാരണം അവൻ ആ മകനെ സ്നേഹിക്കുന്നു. യുദ്ധം നടക്കുന്ന സമയമായതിനാലാണ് ഈ പ്രാവശ്യം മകൻ അവധിക്ക് വരുവാൻ കഴിയാതിരുന്നതെങ്കിലും മകന് അവധി ലഭിച്ചു എന്ന സന്തോഷ വാർത്ത കേട്ട് മാതാപിതാക്കൾ വളരെ സന്തോഷിച്ചു. അവധിക്ക് വരുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് പിതാവിന് മകൻ്റെ ഒരു ടെലിഫോൺ കോൾ വന്നു. പപ്പ, ഈ പ്രാവശ്യം ഞാൻ അവധിക്ക് വരുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ കൂടെ ഉണ്ടാകും. പപ്പയ്ക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ? പപ്പ പറഞ്ഞത് പ്രകാരമാണ്, മകനെ ധൈര്യമായി നീ കൊണ്ടുവന്നുകൊള്ളുക, നീ എന്തിനു വിഷമിക്കുന്നു? ആ മകൻ പറഞ്ഞു, പപ്പ, എൻ്റെ സ്നേഹിതൻ യുദ്ധത്തിൽ മുറിവേറ്റവനാണ്. അവനൊരു കാലും ഒരു കൈയും നഷ്ടപ്പെട്ടു. പരിചരണം ആവശ്യമുള്ളവനാണ് അവൻ. മറ്റാരും സഹായത്തിനില്ലാത്തവനാണ് അവൻ. ഉടനെ അവന് മടങ്ങിപ്പോകുവാനൊരു ഇടമില്ല. ഇത് കേട്ട പപ്പ അല്പം അസ്വസ്ഥനായിക്കൊണ്ട് തൻ്റെ മകനോട് പറഞ്ഞു, മകനെ, നീ അവനെ വിട്ടേക്കൂ. അവനെ കൊണ്ടുവന്നാൽ നമ്മുടെ സന്തോഷത്തിന് അവനൊരു വിലങ്ങുതടിയാകും. അതുകൊണ്ട് നീ അവനെ കൊണ്ടുവരരുത്. അങ്ങനെയുള്ളവരെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വന്തം പപ്പായുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പട്ടാളക്കാരനായ ആ മകൻ റിസീവർ താഴെ വെച്ചു. പല പ്രാവശ്യം വിളിക്കുവാൻ ശ്രമിച്ചിട്ടും ആ മകൻ ഫോൺ എടുത്തില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പന് ഒരു മെസ്സേജ് ലഭിച്ചു. തൻ്റെ മകൻ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആ മെസ്സേജ്. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ പിതാവും മാതാവും മകൻ്റെ ഡെഡ് ബോഡി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റുവാങ്ങി. ആ ശവപ്പെട്ടി തുറന്നു കണ്ടപ്പോൾ അവൻ്റെ മാതാവും പിതാവും ഒരുമിച്ച് നിലവിളിച്ചു പോയി. കാരണം ആ മകൻ ഒരു കാലും ഒരു കൈയും യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. സ്വന്തമായി ഒരു കാര്യവും ചെയ്യുവാൻ കഴിയാതിരുന്ന ആ മകൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് പറഞ്ഞത് തന്നെക്കുറിച്ച് തന്നെയായിരുന്നു. ഈ ഭൂമിയിലെ അപ്പനെക്കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. ഏതപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മകനോ മകളോ ഭാര്യയോ ഭർത്താവോ ആര് തന്നെയായിരുന്നാലും സ്വന്തമായി കാര്യങ്ങൾ നടത്തുവാൻ പറ്റാത്ത ഒരു വ്യക്തിയെ ശുശ്രൂഷിക്കുക എന്നത് ദുഷ്കരമാണ്. അതിനാരെയും നാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്വർഗീയ പിതാവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാം. കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെയിരിക്കാം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ കർത്താവ് 103 സങ്കീർത്തനം 13 വാക്യത്തിൽ കൂടി വീണ്ടും പറയുകയാണ്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന്. ലോകത്തിൽ അനേകം ദൈവങ്ങളുണ്ടെന്നാൽ വിശുദ്ധനായ ഏതെങ്കിലും ദൈവം ആ കൂട്ടത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. നാം അത് അന്വേഷിക്കുകയും വേണ്ട. തന്നെയുമല്ല കരുണ കാണിക്കുന്ന ഏതെങ്കിലും ദൈവമുണ്ടോ? അതും നമുക്കറിയില്ല. നാം അത് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ യഹോവയായ കർത്താവ് അഥവാ കർത്താവായ യേശു ക്രിസ്തു മഹാകരുണ ഉള്ളവനും മനസ്സലിവ് കാണിക്കുന്നവനുമായ കർത്താവാണ്. അവനാണ് നമ്മുടെ ദൈവം. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അവനാണ് നമ്മുടെ നല്ല സ്നേഹിതൻ. ഒന്നാമതായി അവൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവനായ കർത്താവാണ് എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 15-16 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. യൂദാ ഇസ്കര്യോത്താ യേശുവിനൊരു ചുംബനം കൊടുത്തു എന്ന തെറ്റാണ് ചെയ്തത്. 30 വെള്ളിക്കാശ് മേടിച്ച് അവൻ ഒറ്റയിരംഗമായിരുന്നു ചുംബനം. അത് ക്രൂര പാപം തന്നെയാണ്. പണത്തിനു വേണ്ടിയാണ് അവനത് ചെയ്തത്. ചെറിയ പാപമായിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിച്ചതല്ല ഞാൻ. എന്നാൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പാപവും ഒട്ടും കുറഞ്ഞു കാണുവാൻ കഴിയുകയില്ല. കോഴി കൂകിയപ്പോൾ യേശു പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ മാത്രമാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ താൻ പറഞ്ഞ പാപത്തെക്കുറിച്ച് ഓർമ്മ വന്നതും അതിദുഃഖത്തോടെ കരഞ്ഞതും. എന്നിട്ടും ഉയർത്തെഴുന്നേറ്റ യേശു താൻ ഉയർത്തവനായി കണ്ട വ്യക്തികളോട് പറയുകയാണ്, ഞാൻ ഉയർത്ത കാര്യം നിങ്ങൾ പത്രോസിനോട് പറയണമെന്ന്. അതേ, പത്രോസിൻ്റെ ബലഹീനതയിൽ കർത്താവ് അവനോട് കരുണ കാണിച്ചതാണ്. അതുപോലെ തന്നെ നമ്മിൽ നിന്നും പാപം സംഭവിക്കുമ്പോഴും
അവൻ നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് നാം സാത്താൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടുന്നത്. മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾക്ക് ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. എന്നാൽ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്ക് നാം നിരപ്പ് പ്രാപിച്ചാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി യേശു പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. അവൻ നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥത കാണിക്കുന്നത്. ചിലപ്പോൾ നാം തെറ്റിൽ നിന്നും മടങ്ങി വരുവാൻ ദാവീദിനെ ശിക്ഷിച്ചതുപോലെ നമ്മെയും രോഗത്താലോ പ്രതിസന്ധികളാലോ കർത്താവ് ബാലശിക്ഷ നൽകുമ്പോൾ ഓർക്കുക, സ്നേഹിക്കുന്ന അപ്പൻ മാത്രമേ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നുള്ളൂ. നാം കരയുമ്പോൾ കൂടെ കരയുന്നവനെ മാർത്തയുടെയും മറിയായുടെയും സഹോദരനായ ലാസറിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരോടുകൂടെ യേശു ഞെരുങ്ങുന്നത് കരം തീർക്കുവാൻ പണമില്ലാതെ പത്രോസ് ഞെരുങ്ങിയപ്പോൾ നാം കണ്ടിട്ടുണ്ട്. തൻ്റെ പ്രസംഗം സാധൂകരിക്കുവാൻ ഒരു നാണയത്തുട്ടില്ലാതെ കടം മേടിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രതിസന്ധികളിൽ അവൻ നമ്മോട് കൂടെ ഉണ്ടാകും. ഏതാനും നിമിഷം കഴിഞ്ഞാൽ തൻ്റെ എല്ലാ പ്രതീക്ഷകളും മാറടി മണ്ണിൽ തീരുമല്ലോ എന്നോർത്ത് മാറത്തടിച്ച് തൻ്റെ മകൻ്റെ ശവമഞ്ചത്തിൻ്റെ പുറകിൽ നടന്നിരുന്ന നയിൻ പട്ടണത്തിലെ ആ വിധവയായ മാതാവ്, അവളോടുകൂടെ കരയുവാൻ ആളുകൾ പലരും കണ്ടേക്കാം. മറ്റാർക്കും അവളെ സഹായിക്കുവാൻ കഴിയുമായിരുന്നില്ല. യേശു അവളെ വിളിക്കാതെ ചെന്നു. ആ മാതാവിൻ്റെ നിലവിളിയെങ്കിൽ കരുണ കാണിച്ച യേശു അവളുടെ കഷ്ടത മറക്കുമറാക്കി മകനെ ജീവനോടെ തിരികെ നൽകി. അതെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചാൽ കുറേ കൂടി ആഴത്തിൽ കർത്താവിൻ്റെ മനസ്സലിവ് കാണുവാൻ നമുക്ക് സാധിക്കും. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തുനിന്നും വന്നവരല്ലോ എന്ന് പറഞ്ഞു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണിതെന്ന് നമുക്കറിയാം. 3 ദിവസമായി ആഹാരം കഴിക്കാതെ യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർ, യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ പാദപീഠത്തിൽ ഉപവസിച്ച് ഇരുന്നവർ. പ്രസംഗം കഴിഞ്ഞപ്പോൾ യേശു പറയുന്നു, ഇവരെ പട്ടിണിയായി വിട്ടാൽ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. അവരിൽ ചിലർ ദൂരത്തുനിന്നും വന്നവരല്ലോ. ഇന്നത്തെ പോലെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ദൂരത്തുനിന്നും വന്ന ചിലരെ 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയുകയും അവർ വിശക്കുന്നവരാണെന്നും വഴിയിൽ വെച്ച് തളരുമെന്നും കൃത്യമായി അറിയുന്നവനും അവർക്ക് വേണ്ടി കരുതുന്നവനുമായ കരുണയുള്ള നമ്മുടെ കർത്താവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ തളർച്ചയും ക്ഷീണവും പ്രതികൂലവും നാം ഇപ്പോൾ ഏതവസ്ഥയിൽ കൂടി യാത്ര ചെയ്യുന്നു എന്നും ചുറ്റുമുള്ള ആർക്കും മനസ്സിലായില്ലെങ്കിലും നമ്മെ മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കർത്താവിന് നമ്മോട് കരുണ തോന്നും. ഒരു കാര്യം നാം ഓർക്കണം, അപ്പന് മക്കളോടും യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോടുമാണ് കരുണ തോന്നുന്നത്. യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോടും അഥവാ ദൈവവചനം അനുസരിച്ച് ദൈവഭയത്തോടെ ജീവിക്കുന്നവരോടും അപ്പന് തൻ്റെ മക്കളോടും കരുണ തോന്നുമെന്നതിന് സംശയമില്ല. അനുസരണക്കേട് കാണിക്കുന്ന മക്കളെ സ്നേഹമുള്ള അപ്പൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവമക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചത് കുറേ കാലവും അവർക്ക് ബോധിച്ചതുപോലെയും ആകുന്നു. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ ശിക്ഷിക്കുന്നത് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ട് ആണ് നമ്മെ ശിക്ഷിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 6-ഉം 7-ഉം 10-ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. ദാവീദ് ബത്ശബയോടുള്ള ബന്ധത്തിൽ പാപം ചെയ്ത് അവളുടെ ഭർത്താവിനെ ദാവീദ് കൊല്ലിച്ചു എന്ന യാഗമില്ലാത്ത 2 കൊടിയ പാപത്തിന് കഠിനമായി ദൈവം ശിക്ഷിച്ചപ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ കൂടി
ദൈവത്തോട് ദയക്കായി അപേക്ഷിക്കുന്ന ദാവീദിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ദാവീദ് അതിനു മുമ്പോ അതിനു ശേഷമോ ഒരു തെറ്റും ചെയ്യാതെ ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്ത് ദൈവത്തിന് ബോധിച്ച പുരുഷനായി ജീവിച്ചതിനാലാണ് 2 വലിയ പാപങ്ങളായ കൊലപാതകത്തിനും വ്യഭിചാരത്തിനും ദൈവം അവനെ കൊല്ലാതിരുന്നത്. എങ്കിലും കഠിന ശിക്ഷ ദൈവം അവൻ്റെ ദേഹി ആത്മാവിൽ നൽകിയിരുന്നു. ശിക്ഷ ഏറ്റുവാങ്ങിയ ദാവീദ് 119 സങ്കീർത്തനം 71 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഗുണമായി. ദൈവം ദാവീദിനെ തൻ്റെ പാപത്തിന് ന്യായമായ ശിക്ഷ കൊടുത്തുവെങ്കിലും അവന് ന്യായപ്രമാണപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാനോ ചുട്ടുകളയുവാനോ ഏൽപ്പിച്ചില്ല. അന്ന് ദൈവം അവനെ അപ്രകാരം കൊന്നു കളഞ്ഞിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വലിയപ്പച്ചൻ എന്ന പദവി അവന് ലഭിക്കാതെ പോകുമായിരുന്നു. തന്നെ മേലെ നിത്യനരകത്തിൽ അവൻ വീഴേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. നീതിമാൻ തൻ്റെ നീതി പ്രവൃത്തി വിട്ടുതിരിഞ്ഞ് പാപം ചെയ്താൽ അവൻ്റെ നീതിപ്രവൃത്തികൾ അവനെ രക്ഷിക്കുകയില്ല. അതുപോലെ തന്നെ ദുഷ്ടൻ തൻ്റെ ദുഷ്പ്രവൃത്തികൾ വിട്ടുതിരിഞ്ഞ് ദൈവഹിതം അന്വേഷിച്ച് ദൈവവചനം അനുസരിച്ചാൽ അവൻ്റെ ദുഷ്പ്രവൃത്തികളൊന്നും അവന് കണക്കിടുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് യഹോവയാ ദൈവത്തെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ നീതിയുള്ള ദൈവമെന്ന് വിളിക്കുന്നത് തന്നെ. ഇനി നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്ന് നാം യേശുവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ നിശ്ചയമായും നമുക്ക് ദൈവമക്കളായി ജീവിക്കുവാനും ദൈവം തരുന്ന സമാധാനവും നിർഭയവാസവും പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ സഹിത്വം പ്രാപിക്കുവാനും എല്ലാറ്റിനുമുപരി ദൈവത്തിൻ്റെ പുത്രൻ അഥവാ പുത്രി എന്ന പദവിയിൽ സ്ഥിരപ്പെടുവാനും യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ആകാശമേഘത്തിൽ അവൻ എതിരേൽക്കുവാനും നിത്യജീവനാവകാശികളായി തീർന്നുകൊണ്ട് യേശുവിനോടുകൂടെ യുഗായുഗങ്ങൾ വാഴുവാനും ഇടവരും. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. സഹിഷ്ണുത നമുക്ക് ലഭിക്കണമെങ്കിൽ നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം നമുക്ക് ദാനമായി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. അപ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളിലൊന്നും വിട്ടുകളയാതെ എല്ലാം അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവമക്കളായി തീരുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി തീരുവാനും അങ്ങയുടെ കൃപ പ്രാപിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.